ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 5 ആണ്ടുവട്ടത്തിലെ 22 വാരം വെള്ളിയാഴ്ച. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ 5 അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഉപവാസത്തെക്കുറിച്ചും ഉപവസിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യം, ലൂക്കായുടെ സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പീഡാനുഭവ പ്രവചനം, പുതുമയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ചിന്തകൾ. ഇന്നത്തെ വചനഭാഗം ആരംഭിക്കുന്നത് ഫരിസേയരും നിയമജ്ഞരും ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട്, ഞങ്ങളും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരും ഉപവസിക്കാറുണ്ട്, പക്ഷേ നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിന്നുകുടിച്ച് നടക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ജീവിത രീതിയാണ് ഈശോന്റെ ശിഷ്യന്മാർ അവലംബിച്ചിരിക്കുന്നത് എന്നാണ് ഫരിസേയരും നിയമജ്ഞരും ചിന്തിച്ചിരുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ, വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന ആ ശിഷ്യന്മാരുടെ ജീവിതം എവിടെയോ അവരുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി മാറിയത് കൊണ്ടല്ലേ അവരിങ്ങനെ ചോദിച്ചത്. ഭക്തി, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലുന്നതും അനുഷ്ഠാനങ്ങൾ നിറവേറ്റുന്നതും ഉപവസിക്കുന്നതുമൊക്കെയാണ് എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ശിഷ്യന്മാർ വളരെ സിമ്പിളായിട്ട് എല്ലാവരോടും കൂടെ ഒരുമിച്ച് നടക്കുന്നു. പ്രത്യേകിച്ച് ഉപവസിക്കുകയോ മറ്റനുഷ്ഠാനങ്ങളോ ഒന്നും കൃത്യമായിട്ടും നിറവേറ്റുന്നില്ല. ഇങ്ങനെ കർത്താവിൻ്റെ ഒപ്പമായിരിക്കുന്നവരായിട്ട് ജീവിക്കുന്ന ശിഷ്യന്മാരെ കാണുമ്പോൾ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിനോട് ചോദിക്കുന്നത്, നിന്റെ ശിഷ്യന്മാരെന്താ ഇങ്ങനെ? ഈ ഒരു സാഹചര്യത്തിലാണ് കർത്താവ് തൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒരു പ്രവചനം നടത്തുന്നത്. തൻ്റെ പരസ്യ ജീവിതത്തിന് ആരംഭത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു വെക്കുന്നു, എൻ്റെ അവസാനം എന്താ? ഞാൻ എടുക്കപ്പെടുന്ന ഒരു നിമിഷം വരും, ഒരു സമയം വരും, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സുവിശേഷ സാഹചര്യം. അവസാനം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പുതുമയെക്കുറിച്ച്. പഴയ ചിന്താഗതി വെച്ചുകൊണ്ട് പുതിയ സാഹചര്യങ്ങൾ ഒരിക്കലും നേരിടരുത് എന്ന് കൃത്യമായിട്ടും കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് പഴയതിനെ തള്ളിപ്പറയുന്നില്ല, തള്ളിക്കളയുന്നുമില്ല. പക്ഷേ കർത്താവ് പ്രത്യേകമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, പഴയതിനെ വെച്ചുകൊണ്ട് പുതിയതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അത് പുതിയതിനെയും പഴയതിനെയും നാശത്തിലേക്ക് വഴി നടത്തുമെന്ന് കർത്താവ് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ഇതിനെ ചേർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് സഭ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കാൻ. തൻ്റെ ജീവിതത്തിലെ കോൺവെന്റിലായിരിക്കുന്ന സമയത്ത് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ എവിടെയോ അർത്ഥമില്ലാതെ പോയപ്പോൾ, ഇതല്ല എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മദർ തെരേസ എടുത്ത തീരുമാനമാണ്, എൻ്റെ നിയോഗം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഉപവസിക്കുമ്പോൾ ഭക്ഷണം മാറ്റിവെക്കുന്നതിലല്ല കാര്യം, ഞാൻ വേണ്ടാന്ന് വെക്കുന്ന ഭക്ഷണം മറ്റ് ഒരു 10 പേർക്കെങ്കിലും എനിക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിശപ്പ് അകറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപവാസത്തിന് കൂടുതൽ അർത്ഥമുണ്ടാവും എന്ന് വിചാരിച്ച ആ മദർ തെരേസ താൻ ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ എതിർക്കുന്നവരായിരിക്കും, പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കും, മറ്റൊരു പീഡാസഹനവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചുകൊണ്ട് ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മദർ തെരേസ. ഒരു കോൺവെന്റിന്റെ മതിലുകൾക്കുള്ളിൽ മാത്രമേ ഒരു നൺ, ഒരു കന്യാസ്ത്രീ താമസിക്കാൻ പാടുള്ളൂ, ജീവിക്കാൻ പാടുള്ളൂ എന്ന ബോധ്യമുള്ള, എല്ലാവരും തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പുള്ള ഒരു സമൂഹത്തിൽ ആ കോൺവെന്റിന്റെ മതിലുകൾ ഉപേക്ഷിച്ച് പുറത്തു വന്ന് ജനങ്ങൾക്കൊപ്പമായിരുന്നു കൊണ്ട്, തെരുവുകളിൽ ജീവിച്ചുകൊണ്ട് മദർ തെരേസ കാണിച്ച ആ കാരുണ്യത്തിന്റെ മുഖം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഈ 3 കാര്യങ്ങളെയും ചേർത്ത് വെക്കുന്നില്ലേ? ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, മദർ തെരേസയുടെ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഇതൊരു പ്രചോദനമായിരിക്കട്ടെ. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർത്ഥങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ജീവിതത്തിൽ എപ്പോഴും ഒരു പീഡാനുഭവത്തിൻ്റെ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടാവണം. ഏറ്റവും അവസാനമായിട്ട് നാട്ടുകാരും സമൂഹവും വെച്ച് വെച്ചിരിക്കുന്ന കുറേ ഒരു ചട്ടക്കൂടുകളുണ്ട്. അതിനും അപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില സമയത്തൊക്കെ ഈ സ്റ്റീരിയോ ടൈപ്സിനെ പൊട്ടിക്കാൻ വരെ ധൈര്യം കാണിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ പ്രാർത്ഥിക്കാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കംഫർട്ട് സോൺസിനും അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.